Hi friends, welcome to Pradap Jet. We will do a tech update. We Moto ഒരു പുതിയ ഫോൺ അവർ 10000 രൂപയ്ക്ക് താഴെ അവതരിപ്പിച്ചിട്ടുണ്ട്. 10000 രൂപയ്ക്ക് താഴേക്ക് ഒരു നല്ല ബ്രാൻഡിന്റെ ഒരു നല്ല ഫോൺ എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും മോട്ടോ ഒരു നല്ല ബ്രാൻഡാണ് നമുക്ക് ഓൾറെഡി അറിയാൻ ചെയ്യും. എന്തായാലും മോട്ടോയുടെ ഒരു പുതിയ ഫോൺ അവർ 10000 രൂപയ്ക്ക് താഴെ ലോ ബഡ്ജറ്റ് റേഞ്ചിൽ ഇറക്കിയിട്ടുണ്ട്. ഈ ഫോണിന്റെ പേര് Moto G8 Power Lite എന്നാണ്. ആ ഒരു സീരീസ് ഫോൺ നമുക്കറിയാം. എന്തായാലും ലൈറ്റ് വെർഷൻ ഇറക്കുമ്പോൾ അത് 10000 രൂപയ്ക്ക് താഴെയുള്ള ഒരു യൂഷ്വൽ ഫോണായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും Moto G8 Power ആ ഒരു ഫോണുകളുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നിൽക്കേണ്ട. പകരം ഇതൊരു സെപ്പറേറ്റ് ഫോൺ 10000 രൂപയ്ക്ക് താഴെയുള്ള ഒരു സെപ്പറേറ്റ് ഫോണായിട്ട് കണ്ടാൽ മതി. ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും പെർഫോമൻസും എല്ലാം ഈ ഒരു പ്രൈസിനെ പറ്റിയത് തന്നെയാണോ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. ഇതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 6.5 ഇഞ്ച് വരുന്ന ഒരു HD+ ഡിസ്പ്ലേ ആണ്, നോച്ച് ഡിസൈൻ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ നോർമൽ ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്ലാസ്റ്റിക് ബെൽറ്റ് ആണ്. 200 ഗ്രാം വെയിറ്റ് വരുന്ന ഫോണിന് 9.2 mm തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. എന്തായാലും LCD ഡിസ്പ്ലേ ഉള്ള ഈ ഒരു ഫോൺ ഒരു നോർമലായ യൂഷ്വലായ മോട്ടോ ഫോണിന്റെ ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സർപ്രൈസിംഗ് ആയിട്ട് വ്യത്യസ്തമായ പുതുമയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. നോച്ച് ഡിസൈൻ ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സലിനെ ഹോൾഡ് ചെയ്യുമ്പോൾ റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയുണ്ട്. 16 മെഗാപിക്സലിന്റെയാണ് മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത്. ബാക്കി 2 ക്യാമറകൾ 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിന്റെ മാക്രോ ഷൂട്ടറുമാണ്. എന്തായാലും ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് ഇതിന്റെ റിയർ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ടോട്ടലി നമുക്ക് ഇതിന്റെ ഒരു നല്ല ക്യാമറ സെറ്റപ്പ് കടങ്ങുന്ന ഒരു നല്ല യൂഷ്വൽ ആയിട്ടുള്ള ഡിസൈൻ. എന്തായാലും ഇതിന്റെ ക്വാളിറ്റി, ക്യാമറയുടെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതിന്റെ ക്യാമറ റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും അങ്ങനെയാണ് അതിന്റെ ക്യാമറയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ പെർഫോമൻസ് നോക്കിയാൽ ഇതിന്റെ പ്രൈസ് 8999 രൂപയാണ്. 4GB RAM 64GB സ്റ്റോറേജ് വേരിയന്റിന്. ഈ ഒരു വേരിയന്റ് ആണ് ഉള്ളത്. അതിന് 2 കളർ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. 2 ബ്ലൂ കളർ തന്നെയാണ്, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഈ ഒരു വേരിയന്റിന് ഈ ഒരു പ്രൈസ് 4GB റാമിന് 9000 രൂപ എന്ന് കൂട്ടാം. അപ്പോൾ ഈ ഒരു പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സർ ഏതാണ്? ഇതിന്റെ ഹീലിയോ P35 ആണ് ഇതിന്റെ പ്രോസറായിട്ട് വരുന്നത്. ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ മോട്ടോയുടെ ഈ ഒരു ഫോൺ എടുത്താൽ നമുക്ക് അത്യാവശ്യം ഗെയിം കളിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട്, PUBG ഒക്കെ കളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഫോൺ എടുത്താൽ അത്ര നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടില്ല. പ്രത്യേകിച്ചും ഈ റേഞ്ചിൽ മറ്റുള്ള കോമ്പറ്റീറ്റീവ് ആയ Realme 5 അങ്ങനെയുള്ള ഫോണുകളെക്കാട്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 9-10 രൂപ റേഞ്ചിനകത്ത് നല്ല ഫോണുകൾ, ഇതിനേക്കാൾ ബെറ്ററായ പെർഫോമൻസ് തരുന്ന ഫോണുകൾ ഉറപ്പായിട്ട് നമുക്ക് കിട്ടാനുണ്ട്. പ്രത്യേകിച്ചും Realme, Redmi ബ്രാൻഡുകളിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ എന്തായാലും പെർഫോമൻസിൽ ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങൾ അത്രയാണ് ടോപ്പ് നോച്ച് പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട. പകരം ഒരു നോർമൽ പെർഫോമൻസ്, നിങ്ങളൊരു നോർമൽ യൂസറാണ്, നിങ്ങൾക്ക് മോട്ടോയുടെ ഒരു ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സർ തരും. അപ്പോൾ ഈ ഒരു ഫോണിനൊരു നോർമൽ യൂസിനുള്ള ഒരു ഫോണായിട്ട് നമുക്ക് പരിഗണിക്കാം. ബാറ്ററി തീർച്ചയായിട്ടും നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 10 വാട്ട് ചാർജറാണ്. ഫാസ്റ്റ് ചാർജിങ് ഒന്നുമില്ല. 10 വാട്ട് എന്ന് പറയുന്നത് നോർമൽ ചാർജിങ്ങും ചാർജറുമാണ് അതിൻ്റെ ഒപ്പം വരുന്നത്. സോ ഫൈനലി 6.5 ഇഞ്ച് വരുന്ന HD+ LCD ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണാണ്. റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ, ഒരു നോർമൽ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റും 4GB RAM ഉള്ള വേരിയന്റ്, അതുപോലെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റവും 5000 mAh ബാറ്ററിയും പരിഗണിക്കുമ്പോൾ മോട്ടോ എന്ന ബ്രാൻഡിന്റെ ആ ഒരു ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു നോർമൽ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് എടുക്കാവുന്ന ഒരു നല്ല നോർമൽ മോട്ടോ ഫോണായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. ഇതിന്റെ പ്രൈസ് 8999 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. 29-ാം തീയതിയാണ് ഇതിന്റെ സെയിൽ നടക്കുക. അവിടെ തൊട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഫോൺ വാങ്ങിക്കാൻ സാധിക്കും. എന്തായാലും മോട്ടോയുടെ ഒരു നോർമൽ ഫോണായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ ഇത്തരത്തിലുള്ള ഫോണുകൾ തന്നെയാണ് ഇറക്കാറ്. അതുകൊണ്ട് നമ്മളവിടെ ഒരു നെഗറ്റീവായിട്ടൊന്നും ഈ ഫോണിനെ ഇപ്പോൾ തൽക്കാലം പറയാനില്ല. എന്തായാലും അതിൻ്റെ ഹാൻഡ്സ് ഓൺ റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും തീരുമാനിച്ചതിന് ശേഷം പർച്ചേസ് ഡിസിഷൻ എടുക്കുക. എന്തായാലും ഫോണിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.